ഈ മലകളും കാടുകളും ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇടുക്കി. കോടമഞ്ഞ് മലകളെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയും കാടിൻ്റെ വഴികളും കാടിൻ്റെ നിശബ്ദതയും തേയിലത്തോട്ടങ്ങളും കണ്ട സമയം പോകുന്നത് പോലും അറിയത്തില്ല. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ടൊന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം ഞാനത് വിട്ടതുമില്ല. ഇനി ഞാനിവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാവേ. ബായോ. ഇതൊരു കാടാട്ടോ. നോക്കി എന്ത് ഭംഗിയാണ് നോക്കി. ഈ സൈഡിൽ നിൽക്കുന്നത് മൊത്തം ഏലമാണ്. വേറൊരു കാര്യം കാണിച്ചു തരാം. തേയിലയാ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ തേയില കാണുന്നത്. കുറേ നാളായിട്ട് വളർന്നു നിൽക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത്. തേയിലച്ചെടിയുടെ ഇത് അതിൻ്റെ കായും ഇതായത് കണ്ടോ, ഇത് അതിൻ്റെ പൂവും. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേരേ. കാട്ടിലൂടെ നടക്കുമ്പം പ്രകൃതി ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കാലിൽ അട്ട കയറുന്നുണ്ടോയെന്നായിരുന്നു. പക്ഷേ എന്തായാലും ഈ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം അതൊക്കെ അങ്ങ് മറന്നു. പിന്നെ ഇതാണ് എൻ്റെ മോള് കേട്ടോ. അവൾക്കും യാത്രയൊക്കെ ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ വന്ന് ഈ തണുത്ത് വിറച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി സത്യം പറഞ്ഞ ഒരു നാടല്ല, എനിക്ക് തോന്നുന്നു പ്രകൃതി ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു കലവറയാണ്. ഇവിടെ കാണുന്ന ഓരോ കാഴ്ചകളുണ്ടല്ലോ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. അതുപോലെ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതാ നോക്ക്, ഈ വെള്ളച്ചാട്ടം കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. അങ്ങനെ ഈ വഴിയിൽ കൂടെ കുറച്ച് ദൂരം പോയപ്പം ഒരു പഴയ ടണൽ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോഴാണ് അറിഞ്ഞത് ബ്രിട്ടീഷ് കാലത്ത് പ്ലാന്റേഷൻ ആവശ്യങ്ങൾക്കായിട്ട് എസ്റ്റേറ്റുകൾ ബന്ധിപ്പിക്കാൻ അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയതായത്. ഇപ്പോൾ പ്രകൃതിയാണ് ഇതിനെ വീണ്ടും ജീവിപ്പിക്കുന്നത്. എങ്ങനെയാണെന്നോ, ദേ ഇതുപോലെ വെള്ളം ഒഴുക്കിക്കൊണ്ട്. ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ പണ്ടത്തെ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് കടന്നു വരുന്നത്. എൻ്റെ വീടിനടുത്തും ഒരു ചെറിയ തോടുണ്ടായിരുന്നു കേട്ടോ. മഴക്കാലം ആകുമ്പം ഞാനും എൻ്റെ അനിയന്മാരും എൻ്റെ കസിൻസും ഞങ്ങളെല്ലാവരും കൂടെ ആ തോട്ടിലിറങ്ങി കുറേ നേരം കളിക്കുകയായിരുന്നു. ഇന്ന് എല്ലാം മനസ്സിലൊരു പഴയ പുസ്തകം തുറന്നിരിക്കുന്ന പോലെ. ഇന്ന് നോക്കുമ്പം അതൊക്കെ എത്ര വലിയ ഓർമ്മകളാണെന്ന് പോലും തോന്നിപ്പോവുക. അങ്ങനെ ഇന്നത്തെ ഇടുക്കി യാത്ര ഇവിടെ അവസാനിക്കുന്നു.